നമസ്കാരം, എല്ലാവർക്കും യു കെ എൻജിഒ സോണിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കോസ്റ്റിംഗ് ആണ്, പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത്. പ്രോസസ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഇന്ന് കവർ ചെയ്യും. അതോടൊപ്പം തന്നെ പ്രോബ്ലമൊക്കെ വരുന്നൊരു ഏരിയയാണ്. പ്രോസസ്സിൻ്റെ അക്കൗണ്ടൊക്കെ വരക്കാനുള്ള പ്രോബ്ലമൊക്കെ ചോദിക്കുന്നതാണ്. ബികോമിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒട്ടുമിക്ക എല്ലാ യൂണിവേഴ്സിറ്റിയിലും കോസ്റ്റ് അക്കൗണ്ടിങ് നല്ല പേപ്പറുണ്ട്. ആ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനകത്ത് ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക്കും കൂടി അതിനകത്തുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ബികോം 5th സെമസ്റ്ററിലെ ലാസ്റ്റ് മൊഡ്യൂളിനകത്ത് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രോബ്ലവും ഈ ഒരു ടോപ്പിക്ക് തന്നെ പ്രോബ്ലവും വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിനോട് ചർച്ച ചെയ്യും. ഈ ചാനലിലൂടെ കൊമേഴ്സുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഉപകാരമാവുന്നുണ്ട് എങ്കിൽ മാക്സിമം കൊമേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കാം. പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗമാണ്, അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നുമല്ല. പ്രോസസ് കോസ്റ്റിങ്ങിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് ഉപയോഗിക്കുന്നത് ഇപ്പം ഷുഗർ ഇൻഡസ്ട്രികൾ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസുകൾ, അപ്പോൾ അങ്ങനെയുള്ള വ്യവസായ സ്ഥാപനങ്ങളൊക്കെ അവരുടെ ഒരു പ്രൊഡക്റ്റ് എത്തുന്നത് ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നത് എങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അക്കൗണ്ട് ചെയ്യുന്നു, അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ഓഫ് കോസ്റ്റിങ്ങിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കോസ്റ്റിങ്ങിനകത്ത് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തഡാണ്. പക്ഷേ ഇത് എല്ലാ ഇൻഡസ്ട്രീസിനകത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പല പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ അപ്ലിക്കേഷൻസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഓരോ സ്റ്റേജിനകത്തും ഒരു പ്രോസസ്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഫൈനൽ പ്രൊഡക്റ്റിൽ എത്തുന്നതിലേക്കുള്ള പല പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പം അതിൽ ഓരോ സ്റ്റേജിലെയും ഓരോ പ്രൊഡക്റ്റിലെയും കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്ന ടൈപ്പ് അല്ലെങ്കിൽ മെത്തേഡ് ഓഫ് കോസ്റ്റിങ്ങിനെയാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതാദ്യം മനസ്സിലാക്കാൻ, ഓരോ സ്റ്റേജിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ഞാനിവിടെ ബോർഡിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ഉള്ളത് നോക്കാം നിങ്ങൾ. പ്രോസസ് കോസ്റ്റിങ്ങിനകത്ത് ദ സ്റ്റേജസ് ഓഫ് മാനുഫാക്ചർ, അതായത് സ്റ്റേജസ് ഓഫ് മാനുഫാക്ചർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പല മാനുഫാക്ചറിങ് സ്റ്റേജസ് ഉണ്ടാവും. ആ ഓരോ സ്റ്റേജസിനെയാണ് പ്രോസസ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ഈ പല പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഡിഫറൻറ്റ് സ്റ്റേജസിലൂടെ ഒരു പ്രൊഡക്റ്റ് കടന്നു പോകുമ്പം അതിനകത്തുള്ള ഓരോ പ്രോസസ്സിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യും, ഓരോ പ്രോസസ്സിൻ്റെയും കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് വിളിക്കുന്നത് പ്രോസസ് കോസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനകത്ത് കോസ്റ്റ് പെർ യൂണിറ്റ് ഓരോ പ്രോസസ്സിനകത്തും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ് അവരുടെ ഫൈനൽ പ്രൊഡക്റ്റിലാവുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ പ്രോസസ്സ് 1, പ്രോസസ്സ് 2, പ്രോസസ്സ് 3, പ്രോസസ്സ് 4, ഈ ഓരോ പ്രോസസ്സിനകത്തേയും നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്, എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഒരു സ്റ്റേജിനകത്ത് എത്രയാണ് ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ളത് അതും നോക്കിയിട്ട് അത് നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കോസ്റ്റ് പെർ യൂണിറ്റ്, ഓരോ പ്രോസസ്സിനകത്തും ഉള്ള കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, നമ്മുടെ പ്രോബ്ലം വരുമ്പോൾ നമ്മളൊക്കെ പ്രോബ്ലത്തിനകത്ത് ചെയ്യുന്നതാണ്. 2 or 3 പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രോസസ് 1-നകത്ത് എത്രയാണ്, അതിൻ്റെ ആ ഒരു പ്രോസസ് 1-നകത്തുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, പ്രോസസ് 2-നകത്തുള്ള ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്, അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും പ്രോസസ് കോസ്റ്റിങ്ങിനകത്ത്. ഇവിടെ ഒരു കോഹ്ലറിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കുക. സിമ്പിളായിട്ടുള്ള ഡെഫിനിഷനാണ്. ഇൻ കേസ് എക്സാമിന് പ്രോസസ് കോസ്റ്റിംഗ് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും തിയറിയൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഭാഗമാണിത്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് വെയർ ബൈ ദ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രോസസ് ഓർ ഓപ്പറേഷൻസ്. ക്രോസ് കോസ്റ്റിംഗ് എന്താണ്, മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. പല ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ട്, ജോബ് കോസ്റ്റിംഗ് ഉണ്ട്, കോൺട്രാക്ട് കോസ്റ്റിംഗ് ഉണ്ട്, അങ്ങനെ പല മെത്തേഡിനകത്ത് വരുന്ന ഒരു മെത്തേഡാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത്. വെർ ബൈ ദ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രോസസ് ഓർ ഓപ്പറേഷൻസ്. ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് ചാർജ് ചെയ്യുന്നതിന് പ്രോസസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസിന് കോസ്റ്റ് ചാർജ് ചെയ്യുന്നത്. ആൻഡ് ആവറേജ്ഡ് ഓവർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്, ആവറേജ്ഡ്
ഓവർ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അതായത് നമ്മൾ ഓരോ പ്രോസസ്സിനകത്തും ഉള്ള എന്താണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഇത് ആവറേജ്ഡ് ഓവർ യൂണിറ്റ് പ്രൊഡ്യൂസർ എന്നുള്ളത്. അപ്പോൾ ഇതാണ് കൊഹ്ലറിൻ്റെ ഡെഫിനിഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രോസസ് കോസ്റ്റിങ്ങിനെ എന്തുകൂടി പറയുന്നുണ്ട്, ആവറേജ് കോസ്റ്റിംഗ് എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. പ്രോസസ് കോസ്റ്റിങ്ങിനെ എന്തുകൂടി പറയുന്നുണ്ട്, ആവറേജ് കോസ്റ്റിംഗ് എന്നുകൂടി പറയുന്നുണ്ട്. സിമ്പിളായിട്ട് അതിൻ്റെ മീനിങ് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓർ പ്രോസസ്. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് അറ്റ് ഈച്ച് സ്റ്റേജ് ഓർ പ്രോസസ്. ഓരോ സ്റ്റേജിനകത്തും ഉള്ള കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, അസർട്ടൈൻ ചെയ്യുന്നു. അതാണെന്ന് പറഞ്ഞാൽ എന്ത്, പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് സിമ്പിളായിട്ടുള്ള ഒരു മീനിങ്ങാണ്. ഇനി ഈ പ്രോസസ് കോസ്റ്റിംഗ് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള കേസിലാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നത്. പ്രൊഡക്ഷൻ എന്താണ്, പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ നമുക്കിതിന് പ്രോസസ് കോസ്റ്റിംഗ് എന്നുകൂടി പറയുന്നുണ്ട്, കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നുകൂടി പ്രോസസ് കോസ്റ്റിങ്ങിന് പറയുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കി വെക്കുക. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ വേറൊരു പേരാണ് എന്ത്, കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്നുള്ളത്. പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന രീതിയിനകത്ത് കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. 2 or more സ്റ്റേജസ്, അതായത് ഒരു പ്രൊഡക്റ്റ് അവരുടെ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് 2 അതിലധികമോ സ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കെന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പ്രോസസ് കോസ്റ്റിംഗ് എന്നത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതും എന്താണ് ഇതിൻ്റെ ഒരു ഫീച്ചറാണ്. ഇനി പ്രൊഡക്റ്റ് എന്താണ്, ഒരേപോലെയുള്ള ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കണം, ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ്. ഇനി നോട്ട് ഡിസ്റ്റിങ്ഷബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്രേ ഉള്ളൂ. ഓരോ പ്രോസസ്സിലൂടെയും കടന്നു പോകുമ്പം അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുമ്പോഴേക്ക് ആ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് ഓരോ പ്രോസസ്സിൽ നിന്നും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. പ്രോസസ് കോസ്റ്റിനകത്ത് എന്ത് ചെയ്യും, ഇപ്പം ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതിൻ്റെ ഒരു 3 സ്റ്റേജിലൂടെ കടന്നു പോയി, ആ 3 സ്റ്റേജിലൂടെയും കടന്നു പോയാൽ മാത്രമേ എന്താവുള്ളൂ, ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുകയുള്ളൂ. അതിൽ ഓരോ പ്രോസസ്സിനകത്തും അത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നതല്ല. അതാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്നുള്ളത്. ഇനി മറ്റൊന്ന് സെപ്പറേറ്റ്, വളരെ പ്രധാനപ്പെട്ടതാണ്, സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ ഈച്ച് പ്രോസസ്സ്. അതായത് ഒരു പ്രൊഡക്റ്റിനകത്ത് ഇപ്പം പ്രോസസ്സ് 1, 2, 3, 4 ഇങ്ങനെ 4 പ്രോസസ്സുകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഓരോ പ്രോസസ് 1ൻ്റെ അക്കൗണ്ട്, പ്രോസസ് 2ൻ്റെ അക്കൗണ്ട്, പ്രോസസ് 3ൻ്റെ അക്കൗണ്ട്, പ്രോസസ് 4ൻ്റെ അക്കൗണ്ട്, അങ്ങനെ ഓരോ പ്രോസസ്സിനെയും എന്ത് ചെയ്യും, സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് നമ്മൾ വരക്കും. ഇതാണ് അടുത്തുള്ള. ഇനി കോസ്റ്റ് ട്രാൻസ്ഫേർഡ് ടു പ്രോസസ്, വളരെ പ്രധാനപ്പെട്ടുള്ളതാണ്. നമ്മൾ പ്രോസസ്സിൻ്റെ അക്കൗണ്ട് വരക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രോസസ് 1ൽ നിന്നുള്ള കോസ്റ്റ് പ്രോസസ് 2ലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പ്രോസസ് 2ൽ നിന്നുള്ള കോസ്റ്റ് പ്രോസസ് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പ്രോസസ് 3ൽ നിന്നുള്ള കോസ്റ്റ് 4ലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെയാണ് ഇതിന് ഒരു പ്രോസസ്സിൻ്റെ അകത്തുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മറ്റ് പ്രോസസ്സിന് എന്തായിരിക്കും, ഇൻപുട്ടായിരിക്കും. അങ്ങനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോസ്റ്റ് ട്രാൻസ്ഫേർഡ് ടു പ്രോസസ്സ്, ഒരു പ്രോസസ്സിൽ നിന്നുള്ള കോസ്റ്റ് അടുത്ത പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, എന്ന് പറഞ്ഞ മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് ആർ ചാർജ്ഡ്. അതായത് ഒരു പ്രോസസ്സിനകത്തുള്ള മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, ഓവർ ഹെഡ്സ്, നമ്മൾ ഇൻഡയറക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് എന്നിങ്ങനെയുള്ള ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ കോസ്റ്റും ആ പ്രോസസ് അക്കൗണ്ടിനകത്തേക്ക് നമ്മൾ എഴുതും. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ എത്രയാണ് ടോട്ടൽ കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നാൽ അതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള നമ്മൾ എന്ത് ചെയ്യും, അവിടെ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. എന്നിട്ട് അതിന് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും എന്ത്, അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് ചെയ്യുന്നത്. മെറ്റീരിയൽ, ലേബർ, ഓവർ ഹെഡ് അങ്ങനെയുള്ള എല്ലാ കോസ്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇവിടെ കുറച്ച് റെഡിങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സംഭവമൊന്നുമില്ല, ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി എഴുതുന്നത് മാത്രമേ ഉള്ളൂ. അതായത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഇപ്പം പ്രൊഡക്ഷൻ സ്റ്റാൻഡർഡൈസ്ഡ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് അപ്ലൈ ചെയ്യാം. പ്രൊഡക്ഷൻ സ്റ്റാൻഡർഡൈസ് ആണെങ്കിൽ പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടിന്യൂസ് കോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നുണ്ട്,
പ്രോസസ് കോസ്റ്റിങ്ങിനെ വിളിക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ നോട്ട് പോസിബിൾ ടു ഡിസ്റ്റിങ്വിഷ് ഡ്യൂറിങ് ദ സ്റ്റേജ്, അതായത് ഓരോ സ്റ്റേജിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിനെ നമുക്ക് മാറ്റി നിർത്താൻ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് അപ്ലൈ ചെയ്യും. നമ്മുടെ ഫീച്ചേഴ്സിനകത്ത് നമ്മൾ കണ്ട പോയിന്റ് തന്നെയാണ് അതൊക്കെ. ഇനി ഔട്ട്പുട്ട് ഇൻപുട്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് അടുത്ത പ്രോസസ്സിൻ്റെ ഇൻപുട്ട് ആയിരിക്കും. അതായത് പ്രോസസ്സ് 1ൻ്റെ ഔട്ട്പുട്ട് എന്നുള്ള പ്രോസസ്സ് 2ൻ്റെ എന്തായിരിക്കും, ഇൻപുട്ടായിരിക്കും. അതുപോലെ തന്നെ പ്രോസസ്സ് 2ൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് പ്രോസസ്സ് 3ൻ്റെ എന്തായിരിക്കും, ഇൻപുട്ടായിരിക്കും. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഇത് അപ്ലിക്കേഷൻസ് ആണ് ഇവിടെ എഴുതിയിട്ടില്ല കേട്ടോ, അപ്ലിക്കേഷൻസ് ആണ്. ഇനി യൂണിഫോം ഔട്ട്പുട്ട് എന്തായിരിക്കണം, യൂണിഫോം ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുറച്ചും കൂടെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അത് പ്രോസസ് കോസ്റ്റിംഗ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന കുറച്ച് ഇൻഡസ്ട്രീസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പേപ്പർ മില്ല് പോലുള്ള പേപ്പർ മില്ല്, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, പിന്നെ ഓയിൽ റിഫൈനറികൾ, പിന്നെ ഷുഗർ ഇൻഡസ്ട്രീസ്, സോപ്പ് ഇൻഡസ്ട്രീസ് എന്നൊക്കെ ഇതെല്ലാം ഈ എക്സാമ്പിൾ എഴുതി നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്ന എക്സാമ്പിൾസ് ആണ്. കാരണം വെച്ചാൽ ഇതൊക്കെ ഷുഗർ ഇൻഡസ്ട്രീസ് അവരെന്താണ് ഷുഗർ ഇൻഡസ്ട്രീസ് അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കുറേ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസ് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയിട്ടുള്ളത് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഡെഫിനിഷനും പറഞ്ഞു, അപ്ലിക്കേഷൻസ് പറഞ്ഞു, ഫീച്ചേഴ്സ് പറഞ്ഞു, എന്താണ് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടുത്തായിട്ട് എഴുതിയിട്ടുള്ളത് ഈ പ്രോസസ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ആണ്. സിമ്പിളായിട്ടുള്ള ഒരു കുറച്ച് പോയിൻ്റാണ് ഇവിടെ അതിനകത്തുള്ളത്. സിമ്പിൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, വീണ്ടും ഒന്ന് കൂടി ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള കോസ്റ്റിംഗ് ആണ്, ഈസിയാണ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ജോബ് കോസ്റ്റിംഗ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ പ്രോസസ് കോസ്റ്റിംഗ് എന്നുള്ളതാണ് ഈസിയാണ്. ഓരോ പ്രോസസ്സിൻ്റെയും നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, കോസ്റ്റ് പെർ യൂണിറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇനി ആവറേജ് കോസ്റ്റാണ്. നമുക്ക് ആവറേജ് കോസ്റ്റ് നമുക്ക് ഈസിയിൽ ആവറേജ് കോസ്റ്റ് നമുക്ക് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കോസ്റ്റ് നമുക്ക് പീരിയോഡിക്കലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രോസസ് കോസ്റ്റിംഗ് എന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. പിന്നെ മറ്റു കോസ്റ്റിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, അത്ര എക്സ്പെൻസ് വരുന്ന കോസ്റ്റ് അല്ല, ലെസ് എക്സ്പെൻസീവാണ്. ജോബ് കോസ്റ്റിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോസ്റ്റിംഗ് ആണ്. പിന്നെ ഇതിൻ്റെ ഓരോ പ്രോസസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് മെഷർ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് പ്രൊഡക്ഷനകത്തുള്ള ഒക്കെ എഫിഷ്യൻസി നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് വർക്ക് ഇൻ പ്രോഗ്രസ്, WIP ഉദ്ദേശിക്കുന്ന വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അത് പല പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കതിനൊക്കെ വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ചെറിയ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇനി എന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ, അതായത് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് കടന്നു പോകുമ്പോഴോ അങ്ങനെയെങ്കിലും എന്താണ് നോർമൽ ലോസ്, അബ്നോർമൽ ലോസ് ഒക്കെ ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ലോസൊക്കെ സംഭവിച്ചാൽ അതിൻ്റെ വാല്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്താണ്, ഇത് ഹിസ്റ്റോറിക്കലാണ്. കാരണം കോസ്റ്റ് ഓരോ പ്രോസസ്സിനകത്തുള്ള കോസ്റ്റ് സംഭവിച്ചിട്ട് നമ്മളത് എന്ത് ചെയ്യുന്നു, അസർട്ടൈൻ ചെയ്ത് വാല്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കലാണെന്നുള്ള. ദെൻ ലാസ്റ്റ് വൺ കാൽക്കുലേഷൻ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കേസിനകത്ത് നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള കാൽക്കുലേഷൻ ഡിഫിക്കൽട്ടീസും ഈ പ്രോസസ് കോസ്റ്റിങ്ങിനെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസഡ്വാൻറ്റേജിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇത് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് അടുത്തായിട്ട് പറയുന്നത് ഈ പ്രോസസ് കോസ്റ്റിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞു പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോസസ് കോസ്റ്റിങ്ങിനകത്തുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, പ്രോസസ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസാണ് നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പ്രോസസ് അക്കൗണ്ട് വരക്കുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. പല ടൈപ്പിനകത്തും വരുന്ന പ്രോസസ് അക്കൗണ്ടുകളുണ്ട്, നോർമൽ ലോസ് ഇല്ലാത്തത്, ഉള്ളത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൽ
ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കമ്പനിനകത്ത് പ്രോസസ്സ് 1, ദെൻ പ്രോസസ്സ് 2, ദെൻ പ്രോസസ്സ് 3 ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്ത് വേണം, പ്രോസസ്സ് 1 അക്കൗണ്ട്, പ്രോസസ്സ് 1 അക്കൗണ്ട്, അതുപോലെ തന്നെ പ്രോസസ്സ് 2 അക്കൗണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, എത്ര പ്രോസസ്സാണ് അത്രയും പ്രോസസ്സിനകത്ത് സെപ്പറേറ്റ് അക്കൗണ്ട് എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇനി ആ അക്കൗണ്ടിനകത്ത് വേണ്ട കാര്യങ്ങളാണ് നെക്സ്റ്റ് പറയുന്നത്. ആ അക്കൗണ്ടിനകത്ത്, പ്രോസസ് അക്കൗണ്ടിനകത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ എന്തിനാണ് പർട്ടിക്കുലേഴ്സിൻ്റെ സാധാരണ അക്കൗണ്ട് വരക്കുന്ന പോലെ തന്നെ പർട്ടിക്കുലേഴ്സിൻ്റെ കോൾ ഉണ്ടാകും, ഒരു എമൗണ്ട് കോളത്തിന് പകരം 2 കോൾ ഉണ്ടാകും. ഒന്ന് യൂണിറ്റ് എഴുതാൻ വേണ്ടിയിട്ട്, ഒന്ന് എമൗണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. ഒന്ന് യൂണിറ്റ് എഴുതാൻ വേണ്ടിയിട്ട്, ദെൻ നെക്സ്റ്റ് എമൗണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. ഡെബിറ്റ് ഭാഗത്ത് എഴുതുന്ന എല്ലാ എക്സ്പെൻസ് ആയിരിക്കും, എല്ലാ എക്സ്പെൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഡെബിറ്റ് ഭാഗത്ത് എഴുതുന്നത്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഓവർ ഹെഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെബിറ്റ് ഭാഗത്ത് എഴുതുന്നത്. ക്രെഡിറ്റ് ഭാഗത്ത് എന്തെങ്കിലും വേസ്റ്റേജസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം എവിടെ എഴുതുക, ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതുക. ഇനി ഇതിൻ്റെ ഡിഫറൻസ്, അതായത് പ്രോസസ് അക്കൗണ്ട് നമ്മൾ വരച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. ആ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റാണ്, ആ പ്രോസസ്സിൻ്റെ ബന്ധപ്പെട്ടുള്ള കോസ്റ്റാണ്. പിന്നെ ഇതിനകത്ത് ഈ ഔട്ട്പുട്ട്, നമ്മൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഇപ്പോൾ ഈ പ്രോസസ് 1ൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് അടുത്ത പ്രോസസ്സിലേക്ക് എന്താണ് ഇതിൻ്റെ ഇൻപുട്ടായിരിക്കും. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് ഇതിൻ്റെ മൂന്നാമത്തെ പ്രോസസ്സിൽ അതിൻ്റെ ഇൻപുട്ടായിരിക്കും. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ട്രാൻസ്ഫേർഡ് ദ ഔട്ട്പുട്ട് ഇൻടു നെക്സ്റ്റ് പ്രോസസ്, അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ ഔട്ട്പുട്ട് എന്നുള്ളത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ഓരോ പ്രോസസ്സിനകത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോസ്റ്റ് എത്ര യൂണിറ്റ് ആണുള്ളത് എന്നുള്ള ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓരോ പ്രോസസ്സിനകത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ലാസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പറഞ്ഞു, ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് കടന്നു പോകുന്ന 3 സ്റ്റേജിലൂടെയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രോസസ്സിൻ്റെ അക്കൗണ്ട് വരക്കുന്നു, അതിൻ്റെ നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ കൈമാറുന്നു. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ അടുത്തതിൻ്റെ ഇൻപുട്ടാണ്. ഇനി രണ്ടാമത്തെ പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ പ്രോസസ്സിൻ്റെ എന്താണ് ഇൻപുട്ടാണ്. ഇനി മൂന്നാമത്തെ പ്രോസസ്സ് ലാസ്റ്റ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ട് എന്നത് ഇവിടെയുള്ള ഈ പ്രോസസ്സ് 3ൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ലാസ്റ്റിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ലാസ്റ്റ് പ്രോസസ്സിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇത്രയാണ് പ്രോസസ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എന്നുള്ളത്. ദെൻ ഇനി വരുന്നത് എൻ്റെ പ്രോബ്ലം ഏരിയ ആണ്. പ്രോസസ് അക്കൗണ്ടിങ്ങിനാണ് വരക്കേണ്ടത്, അതിൻ്റെ ഫോർമാറ്റ്, അതോടൊപ്പം തന്നെ അതിൻ്റെ പല ടൈപ്പിനകത്തുള്ള പ്രോസസ് അക്കൗണ്ട്, ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. ഇതുവരെ എടുത്ത ഭാഗത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. കൊമേഴ്സ് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ചാനലിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഉപകാരമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. അടുത്ത ക്ലാസ്സുമായി നാളെ 7 മണിക്ക് കാണാം.